വർഷമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം, അവസാനമില്ലാത്ത മിസൈൽ ആക്രമണങ്ങൾ, ഡ്രോണുകളുടെ മരണപ്പറക്കൽ, പ്രതികാരത്തിന് പിറകെ പ്രതികാരം. ലോകം മുഴുവൻ ശ്വാസം മുട്ടി നോക്കി നിൽക്കുന്ന റഷ്യ യുക്രൈൻ സംഘർഷം വീണ്ടും അതിന്റെ ഏറ്റവും ഭീകരമായ രാത്രികളിലൊന്നിലേക്ക് കടന്നിരിക്കുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അമേരിക്കയും നാറ്റോ സഖ്യവും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ ശതകോടികളുടെ ആധുനിക ആയുധങ്ങളും സൈനിക പിന്തുണയും ഒഴുക്കിയിട്ടും ഒരു പടിയെങ്കിലും പിന്നോട്ടില്ലാതെ തങ്ങളുടെ സൈനിക ശക്തിയും പ്രതിരോധ ശേഷിയും ലോകത്തിനു മുമ്പിൽ വീണ്ടും തെളിയിക്കുകയാണ് റഷ്യ എന്ന മഹാശക്തി. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. നൂറുകണക്കിന് മാരക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു റഷ്യയുടെ ഈ അർദ്ധരാത്രിയിലെ പ്രഹരം. തുടർച്ചയായ സ്ഫോടനങ്ങളാൽ കീവ് നഗരം മുഴുവൻ കുലുങ്ങി വിറച്ചു. തങ്ങൾക്കെതിരെ നടന്ന നീക്കങ്ങൾക്ക് വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിലുള്ള റഷ്യ നൽകിയ കൃത്യമായ പ്രതികാര സന്ദേശമാണിത്. യുക്രൈനിലെ പ്രധാന സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണം അമേരിക്കയും നാറ്റോയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ കണക്ക് കൂട്ടുന്നതിലും അപ്പുറമായിരുന്നു. റഷ്യയെ പ്രകോപിപ്പിച്ചാൽ അതിനുള്ള തിരിച്ചടി വളരെ ഭീകരമായിരിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ ആക്രമണത്തിലൂടെ റഷ്യ ലോകത്തിനു മുമ്പിൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി റഷ്യൻ നിയന്ത്രണത്തിലുള്ള ലുഹാൻസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ യുക്രൈനിയൻ ഡ്രോണുകൾ ആക്രമണങ്ങൾ ശക്തമാക്കിയിരുന്നു. കുട്ടികൾ ഉൾപ്പെടെ സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന റഷ്യയുടെ ആരോപണം റഷ്യൻ സമൂഹത്തിലും ഭരണകൂടത്തിലും വലിയ രോഷം സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് സ്റ്റാറോബ്ലിസ്ക് കോളേജ് ഡോർമെട്രിയിൽ നടന്ന ആക്രമണത്തിന് പിന്നാലെ ഇനി പ്രതികാരമില്ലാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലേക്കാണ് റഷ്യ നീങ്ങിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിന് പിന്നാലെ രാത്രിയുടെ ഇരുട്ടുകേറി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത് നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളുമായിരുന്നു. യുക്രൈനിയൻ വ്യോമസേനയുടെ കണക്ക് പ്രകാരം ഒറ്റ രാത്രി കൊണ്ട് 600-ലധികം ഡ്രോണുകളും ഏകദേശം 90 മിസൈലുകളും റഷ്യ പ്രയോഗിച്ചു. യുക്രൈനിയൻ തലസ്ഥാനമായ കീവ് തന്നെയായിരുന്നു പ്രധാന ലക്ഷ്യം. നഗരത്തിലെ പല ഭാഗങ്ങളിലും സ്ഫോടനങ്ങൾ തുടർച്ചയായി മുഴങ്ങിയപ്പോൾ ജനങ്ങൾ ഭീതിയോടെ ഭൂഗർഭ ഷെൽട്ടറുകളിലേക്ക് ഓടി. യുക്രൈനിയൻ ഭരണകൂടം ഇതിനെ ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്ന് എന്നാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റിയത് മറ്റൊന്നായിരുന്നു, ഒറേഷ്നിക്. റഷ്യ പ്രയോഗിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹൈപ്പർസോണിക് മിസൈൽ ഇപ്പോൾ ലോക സൈനിക രംഗത്തെ ഏറ്റവും ഭീതിജനകമായ പേരുകളിലൊന്നായി മാറിയിരിക്കുകയാണ്. ശബ്ദത്തിന്റെ പല മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒറേഷ്നിക് നിലവിലെ പല വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും പിടികൊടുക്കാത്ത ആയുധമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ പാട്രിയോട്ട് സംവിധാനങ്ങൾക്ക് പോലും ഇത്തരം മിസൈലുകളെ തടയുന്നതിൽ പരിമിതികൾ ഉണ്ട് എന്നാണ് സൈനിക വിദഗ്ധരുടെ വിലയിരുത്തൽ. റഷ്യൻ അനുകൂല നിരീക്ഷകരുടെ കാഴ്ചപ്പാടിൽ ഒറേഷ്നിക് വെറും മിസൈലല്ല, അത് റഷ്യയുടെ സാങ്കേതിക ശക്തിയുടെ പ്രഖ്യാപനമാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷം റഷ്യ സൈനികമായി പിന്നിലായെന്ന് കരുതിയ പാശ്ചാത്യ ലോകത്തിനു മുമ്പിൽ ഞങ്ങൾ ഇന്നും അതിശക്തരാണ് എന്ന് റഷ്യ തെളിയിക്കുകയാണ് എന്നാണ് അവരുടെ വിലയിരുത്തൽ. കൃത്യത, വേഗത, തടയാനാകാത്ത ആക്രമണശേഷി എന്നീ 3 ഘടകങ്ങളാണ് ഒറേഷ്നിക്കിനെ റഷ്യയുടെ പുതിയ അഭിമാനമായി മാറ്റുന്നത്. റഷ്യയുടെ നിലപാട് പ്രകാരം ഈ യുദ്ധം യുക്രൈനെതിരെയല്ല, മറിച്ച് നാറ്റോയുടെ കിഴക്കോട്ടുള്ള വ്യാപനത്തിനെതിരായ പ്രതിരോധ യുദ്ധമാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷം അമേരിക്കയും യൂറോപ്യൻ ശക്തികളും പതുക്കെ റഷ്യയുടെ അതിർത്തികളിലേക്ക് നീങ്ങിയെന്നും ഒടുവിൽ യുക്രൈൻ പൂർണ്ണമായും പാശ്ചാത്യ സ്വാധീനത്തിലേക്ക് മാറിയെന്നും റഷ്യ വർഷങ്ങളായി ആരോപിക്കുന്നു. അതിനാൽ ഇന്ന് യുക്രൈനിൽ പതിക്കുന്ന ഓരോ മിസൈലിനും പിന്നിൽ റഷ്യയുടെ സുരക്ഷാ രേഖ എന്ന രാഷ്ട്രീയ സന്ദേശമുണ്ട് എന്ന് റഷ്യൻ അനുകൂല വിശകലനങ്ങൾ പറയുന്നു. അതേസമയം റഷ്യൻ ആക്രമണങ്ങളിൽ സാധാരണ ജനവാസ മേഖലകൾക്കും നാശനഷ്ടമുണ്ടായതായി യുക്രൈൻ ആരോപിക്കുന്നുണ്ടെങ്കിലും റഷ്യ പറയുന്നത് മറ്റൊന്നാണ്. സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ നഗരങ്ങൾക്കുള്ളിൽ സ്ഥാപിക്കുന്നതിലൂടെ യുക്രൈൻ തന്നെ ജനങ്ങളെ അപകടത്തിലാക്കുകയാണ് എന്നാണ് റഷ്യയുടെ വാദം. ഡ്രോൺ കമാൻഡ് സെന്ററുകൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, സൈനിക സാങ്കേതിക യൂണിറ്റുകൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങളെന്നും റഷ്യൻ വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. യുക്രൈനിലെ ജനങ്ങൾക്ക് ഇത് വെറുമൊരു ഭീകര രാത്രി മാത്രമായിരിക്കാം. എന്നാൽ റഷ്യയെ സംബന്ധിച്ച് ഇത് തങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത സൈനിക പരമാധികാരത്തിന്റെ വിളംബരമായിരുന്നു. റഷ്യയെ വളയാൻ നോക്കിയാൽ ലോകം അതിന്റെ ഏറ്റവും വലിയ അസ്ഥിരതയിലേക്ക് വീഴുമെന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് ഈ പ്രതിരോധത്തിലൂടെ വ്ളാഡിമിർ പുടിൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ മുഖത്തു നോക്കി പ്രഖ്യാപിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും നാറ്റോ സഖ്യവും തങ്ങളുടെ ആവനാഴിയിലെ അവസാനത്തെ അത്യാധുനിക ആയുധം വരെ ഇനിയും യുക്രൈന് എടുത്തു നൽകിയേക്കാം. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉപരോധങ്ങളും കൂടുതൽ പ്രകോപനങ്ങളുമായി റഷ്യയെ തളർത്താൻ പാശ്ചാത്യ ശക്തികൾ ഇനിയും കോപ്പ് കൂട്ടിയേക്കാം. എന്നാൽ തങ്ങൾക്ക് നേരെ വരുന്ന ഓരോ ചെറിയ നീക്കത്തിനും 10 ഇരട്ടി മാരകമായ പ്രഹരശേഷിയോടെ തിരിച്ചടിക്കാൻ കാത്തിരിക്കുന്ന ഒരു അജയ ശക്തിയാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന യാഥാർത്ഥ്യം യൂറോപ്പ് എത്രയും വേഗം തിരിച്ചറിയുന്നത് വളരെ നന്നായിരിക്കും. സ്വന്തം മണ്ണിൽ ഒരു പോറൽ പോലും ഏൽക്കാത്ത മട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ സഖ്യശക്തികളെ മുഴുവൻ നിഷ്പ്രഭമാക്കിക്കൊണ്ട് റഷ്യ മുന്നേറുമ്പോൾ ഒന്നുറപ്പാണ്, ഈ പോരാട്ടം പാശ്ചാത്യ രാജ്യങ്ങളുടെ അഹങ്കാരത്തിൽ ഏൽക്കുന്ന കനത്ത തിരിച്ചടിയായി തീർച്ചയായും കാലം രേഖപ്പെടുത്തും.